ജെഇ മെയിൻസിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നല്ലൊരു സ്കോർ വാങ്ങിച്ച നമ്മുടെ എയിംസ് ബാച്ചിലൊരു സ്റ്റുഡൻ്റാണ് നമ്മുടെ കൂടെയുള്ളത്, പാർവതി. അപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള നീറ്റ് പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലിങ്ങനെ കോൺഫിഡൻസ് കൂടി കുറഞ്ഞ് വരുന്ന സമയത്താണ് നമുക്ക് ജെഇൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്ററായിട്ട് മാറി അല്ലേ? എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? 96% കിട്ടി. വളരെ നല്ല സ്കോറാണ്. അതിൽ നിന്ന് എന്താണ് കിട്ടാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റ് ഓക്കെ ആണെന്നുള്ളത് അല്ലേ? മാത്സ് എഴുതിയിരുന്നോ ആ എക്സാമിൽ? ഓക്കെ, 96 വാങ്ങിച്ചു. 0 ആണ് മാത്സ് അറ്റൻഡിങ് വന്നത്. പാരൻസ് ഒക്കെ എന്ത് പറയുന്നു? പാരൻസ് ഹാപ്പിയാണ്. ഇതേമാതിരി നീറ്റിനും ഇതേമാതിരി വാങ്ങിച്ചാൽ മതിയോ? അല്ലല്ല, ഇതിനേക്കാളും നല്ല രൂപത്തിൽ വാങ്ങിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നീറ്റ് അടിപൊളിയാക്കി മാറ്റുക. ഇപ്പോഴുള്ള ജെഇൻ്റെ റിസൾട്ടിൻ്റെ ആ കോൺഫിഡൻസ് കൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഈ ഒരു 78 ഡേയ്സ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ? എങ്ങനെ കൊണ്ടുപോകാനാണ് പ്ലാൻ ആക്കുന്നത്? ഗ്രൂപ്പിൽ തരുന്ന റിവിഷൻ പ്ലാൻ പക്ക സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടിപൊളിയാക്കുക, അതിനുവേണ്ടി ചെയ്യുക. നിങ്ങൾ സ്വപ്നം കാണുന്ന ആ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എത്തട്ടെ എന്നുള്ളത് എല്ലാ വിശ്വസും തരുന്നു. ആൻഡ് മനസ്സിലാക്കുക, ഒരു പെർട്ടിക്കുലർ കോളേജോ റിസൾട്ടോ ആർക്കും റിസർവ്ഡ് അല്ല, നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുടെ പിന്നാലെ റിസൾട്ട് ഇങ്ങോട്ട് ഓടി വരും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.